എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഈസ്റ്റ് കോമഡി നൈറ്റ്സ് വിത്ത് സുരാജ്. ചന്ദ്ര മര്യാദക്ക് ഇറങ്ങി വാ. ചന്ദ്ര എന്റെ കാശ് മര്യാദക്ക് കൊണ്ടുവാ. ഞാൻ കാശും കൊണ്ടേ പോവും. എന്താ ചന്ദ്ര എവിടെ? അങ്ങനെ ഇവിടെ ഇല്ല. ആരാ? ഉൽപ്രാക്ഷൻ. പേടിച്ചല്ലേ? പേടിച്ചതല്ല. തനിക്ക് തുൽപ്പലാക്ഷൻ എന്നാ പേരിടണ്ടേ. തുൽപ്പല മുഴുവൻ എന്റെ മുഖത്താക്കിട്ട്. അതെ ഇവിടെ ചന്ദ്രൻ എവിടെ? അങ്ങനെ ഇവിടെ ഇല്ലെന്ന് ഞാൻ എന്റെ കാശ് കിട്ടണമെന്ന് 6 മാസമായി കാശ് വാങ്ങിച്ചിട്ട് ഇപ്പൊ മുതലില്ല, ഇൻട്രസ്റ്റ് ഇല്ല. ഈ ഇൻട്രസ്റ്റ് തരാനുള്ള ഇൻട്രസ്റ്റ് എങ്കിലും കാണിക്കണം. ഇയാൾക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലേ? അയ്യോ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി. അങ്ങേർക്ക് എന്നോടേ ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ ഇനി തന്നോട്. എന്റെ പൊന്നേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളല്ലാതെ ആ മനുഷ്യന് പൈസ കൊടുക്കുവോ? അങ്ങേർക്ക് ഒടുക്കത്തെ മടിയാന്നേ, ഒരു പണിക്ക് പോകത്തില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഞാനും എന്റെ 6 പിള്ളേരും ഇവിടെ എങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? എത്ര മക്കള്? 6. 6 മക്കള്. അവന് മടിയായിരുന്നിട്ടേ 6 മക്കള്. അപ്പൊ അവച്ചിരി സ്മാർട്ട് ആണെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് അങ്കമാടി തുടങ്ങേണ്ടി വന്നേനെ. അതെ, ഇതുപോലെ കൊറേ പലിശക്കാർ ഇവിടെ വരാറുണ്ട്. ഞാനാണെങ്കിൽ അവരുടെ കൈയും കാലും ഒക്കെ പിടിച്ച് ഒരു വിധത്തിലാ ഇവിടുന്ന് പറഞ്ഞു വിടാറ്. എന്നാ പിന്നെ തുടങ്ങാം. ആദ്യമായിട്ടാ എനിക്ക് ഭയങ്കര ഇവിടെ തുടരെ ഇക്കളാവുക. അല്ല, മസാജിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇവിടെയൊക്കെ പിടിക്കുന്നത് മസാജിന്റെ കാര്യമല്ല, കരഞ്ഞ കൈയും കാലും പിടിച്ചിട്ട് അവരൊക്കെ ഇവിടുന്ന് പോകാറുണ്ട്. എനിക്ക് എന്റെ കാശ് കിട്ടണം. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടുള്ള കാശ് തരേ. ഇത് ചോദിക്കാൻ ഒരു മോനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവനെങ്കിലും ഇവിടെ ഒന്ന് ചോദിച്ചേ. വിഷമിക്കേണ്ട, മക്കളില്ലേ? കണ്ട, ഇതാ ദൈവത്തിന്റെ കുഴപ്പം. പക്ഷെ ദൈവം അങ്ങനെയാ, എല്ലാം കൂടെ കൊടുക്കൂലല്ലോ. സാരമില്ല ഏട്ടാ, വിഷമിക്കണ്ട. അതൊക്കെ ഓരോ പരീക്ഷണായിട്ട് കണ്ടാ മതി. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത്രയും നല്ല പെണ്ണായിരുന്നു ഞാൻ വിചാരിച്ചില്ല. ഞാൻ നോക്കാം. പിന്നെ നിങ്ങളെ ഭർത്താവ് പറഞ്ഞ എല്ലാവരെയും വിഷമൊന്നും ഉണ്ടാവൂലേ? അല്ല, ഈ നമ്മുടെ ഇതേ ഈ സഹായിക്കാൻ വരുന്ന ഭർത്താവ് പറഞ്ഞ ആളെ ഇച്ചിരി മോഴനാണെന്ന് തോന്നുന്നല്ലേ? ഇവിടെ അടുത്തൊരു നല്ല ഡോക്ടർ ഉണ്ട്. അങ്ങേരുടെ ചികിത്സ എല്ലാവർക്കും ഫലിക്കുന്നുണ്ട്. നീ ഡോക്ടറെ വിളിക്കുന്ന മര്യാദയ്ക്ക്. എന്റെ കാശില്ലാതെ ഞാൻ ഇവിടെ പോകൂല. എന്റെ സ്വയം മാറ്റിക്കരുത്. അയാൾ വന്നാലേ ഞാൻ ഇവിടെ പോകും. അല്ല, അങ്ങേര് വരാൻ ചിലപ്പോ ഒരാഴ്ച ആവും. ഒരാഴ്ച ഞാൻ ഇവിടെ ഇരിക്കും. അങ്ങേര് വന്നാലേ പോവുള്ളൂ. പൈസ കിട്ടിയാലേ പോകത്തുള്ളൂ. അതുവരെ ഇവിടെ നിൽക്കൂ. അല്ല, ഇപ്പം ഇവിടെ നിൽക്കുവല്ലേ? തിന്നാനൊക്കെ വല്ലതും വേണ്ടി വരൂലേ? അരിയില്ല, അരി മേടിക്കണം. അരിയില്ലല്ലോ, പിന്നെ പഞ്ചസാര മേടിക്കണം. ചായ കുടിക്കുമല്ലോ അല്ലേ? തേയിലയില്ല, തേയിലയും മേടിക്കണം. പിന്നെ അങ്ങനെ നോക്കുവാണെങ്കിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, പിന്നെ കായം, കൊച്ചുള്ളി. കായങ്ങളും കൊച്ചുള്ളിയല്ലേ ചേട്ടാ? കായവും കൊച്ചുള്ളിയും പച്ചമുളകും അതൊക്കെ മേടിക്കണമെന്നേ. പിന്നെ ആണെങ്കിൽ ഉണ്ടല്ലോ, മൂത്ത ചെറുക്കന്റെ ഫീസ് അടയ്ക്കാറായി കേട്ടോ. അതിന്റെ ഡേറ്റ് നാളെയാന്നും പറഞ്ഞ ഒരേ കരച്ചില്. പിന്നെ രണ്ടാമത്തേനുണ്ടല്ലോ, അവന് ബാഗും ബുക്കും മേടിക്കാനുള്ള ദിവസം. ആദ്യം പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വാ. അയ്യോ, വെയിലുണ്ട്, കറുത്തു പോകും. ഞാൻ കൊടയെടുത്തോണ്ട് വരാം കേട്ടോ. ഇങ്ങനെ വേണം ജീവിതത്തിന്റെ സന്തോഷം. വേഗം പോയിട്ട് വരണം കേട്ടോ. ഞാനിവിടെ നോക്കിയിരിക്കും. വന്നിട്ട് വേണം ചായ കുടിക്കാൻ. മുട്ടയും പുഴുങ്ങി തരും ഞാൻ. പോയിട്ട് വാ. ഞാനിവിടെ പലിശ പിരിക്കാൻ വന്നതല്ലേ? ഞാൻ പിന്നെ എങ്ങനെ ഇല്ല കുടുംബക്കാരനായി? എവിടെ നിന്റെ ഭർത്താവ്? നിന്റെ ഭർത്താവിനെ വിളി.
ഞാൻ പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വരും. നിന്റെ വർത്തമാനം പൈസയിലേക്ക് കൊന്നളഞ്ഞ മനുഷ്യന്റെ കൺട്രോൾ കളയാൻ വേണ്ടിട്ട് ഓരോന്നിറങ്ങും. മനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ അറബിപ്പൊൻ പുതിയ അറബാദിന് പണിയും ഞാൻ അലിലി അലിലി ഹിലാലിന്റെ പൂമ്പിറ പോലെ. സംഭവം കേട്ടോ, നമ്മളിങ്ങനെ നടന്നിട്ട് കാര്യമില്ല. അതാണ് എന്തോ വെച്ചാൽ നമുക്കൊരു വ്യക്തമായിട്ടൊരു പണിയില്ല നമുക്ക്, അതാണ് വിഷയം. ഒറ്റ വെട്ടിയാൻ പറ്റും കേട്ടോ. എടാ നമുക്ക് പണിയില്ലാന്ന് നമ്മളിങ്ങനെ പറയണത് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പണി തന്നാൽ, നമ്മൾ ആ പണിക്ക് പോയാൽ, എന്റെ ശരീരം വിയർത്താൽ, അതിന്റെ ഒരു തുള്ളി നിലത്ത് ചാടി കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും? ശരിയാണല്ലോ. ഞാൻ അബദ്ധവശാ അങ്ങ് പറഞ്ഞു പോയതാ. ഞങ്ങൾ പണി എടുക്കാതെ തിന്നല്ലേ ജീവിച്ചാലേ പഠിച്ചിട്ടുള്ളൂ. എന്നെ ഇനി എനിക്ക് ചിറ്റയുടെ ഹസ്ബൻഡ് ഉണ്ട്, ചിറ്റപ്പൈ. പുള്ളി എനിക്ക് ഗൾഫിൽ നിന്ന് ഒരു വിസ അയച്ചു തരാന്ന് പറഞ്ഞു. എനിക്ക് മിക്കവാറും ഞാൻ കയറി പോളിയാ. എനിക്ക് വെച്ച് തരാൻ പറയാ ഒരു പിസ. എനിക്ക് വെച്ച് തരാൻ പറയാ ഒരു പിസ. വിസയല്ല, വിസ നമ്മുടെ ജോലിയുടെ സെറ്റപ്പ് അവിടെ നിന്ന് അയച്ചു തരുന്ന പേപ്പറാണ് വിസ. അത് നമുക്ക് തട്ടേന്ന് പറഞ്ഞാൽ അത് ഞാനത് ശരിയാക്കളിയാ. ഞാനങ്ങ് ചെല്ലട്ടടിയാ. ഞാൻ അവിടെ ചെന്നൊന്ന് സെറ്റപ്പ് ആകുമ്പോ അളിയനങ്ങ് കയറ്റി ഞാൻ അവിടെ. നീ ഗൾഫിൽ പോകണോ? പിന്നെ ഞാൻ ഗൾഫിൽ പോകണ്ട. പിന്നെ അപ്പൊ എനിക്ക് പാസ്പോർട്ടില്ല. എന്റെ അളിയാ, നീ എന്റെ കൂടെ നടക്കല്ലേ ഈ ബോധം മുളിവില്ലാതെ. ആനടാ ബേ. എടാ എനിക്ക് പാസ്പോർട്ട് ഉണ്ടോ? ഞാൻ ഇവിടുന്ന് കയറി നേരെ ഗൾഫിൽ ചെല്ലുന്നു. എനിക്ക് അവിടെ പുഴുങ്ങി തിന്നാണോ പാസ്പോർട്ട് ഗൾഫിൽ ചെന്നിട്ട്? അത് നേരെ കേരളത്തിലോട്ട് അയച്ചു തരുന്നു. അതുകൊണ്ട് അളിയാൻ കയറി നേരെ അങ്ങ് ഗൾഫിൽ വരുന്നു. ആരുടെ സ്വരാക്ഷരത്തിൽ ചുമച്ചുകൊണ്ട് നടക്കണതില് ഈ കഫക്കെട്ടുള്ള ചുമ കേട്ടാ അറിയാം ഇത് അമ്മാവനാ. അമ്മാവനാണോ? എന്റെ അമ്മാവൻ. ഇത് എന്നെ കുറ്റം പറയാൻ വരിക ജോലിക്ക് പോകാതെ. ഉറപ്പ് കേസാ. എന്നാ മഴയാടാ പുറത്ത്. ആണോ? ഒരു തുള്ളി പോലും ഞാൻ താഴെ കളഞ്ഞില്ല. എല്ലാം എന്റെ ദേഹത്ത് തന്നെ വീണു. അതിനെ പറ്റി അമ്മാവാ ഞാൻ കുടയെടുക്കാൻ മറന്നു പോയെന്ന്. കൊടയെടുക്കാൻ മറന്നു. ഇപ്പൊ ഈ കഷ്ടത്തിലിരിക്കണ കൊടയല്ലേ? അത് കക്ഷത്തുനിന്ന് എടുക്കാൻ മറന്നു പോയെന്നായി പറഞ്ഞത്. കഷ്ടത്തിൽ നിന്ന് കൊടയെടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടായി മഴ മൊത്തം നനഞ്ഞത്. നിന്റെ അമ്മാവൻ തന്നെ ഭയങ്കര ബുദ്ധി കേട്ടോ. ഇത് അമ്മാവനാട്ടോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. ആ മെനകെട്ടൊരു നാറി എന്ന് പറഞ്ഞ എന്റെ അമ്മാവനാണ്. നീ ഇന്നെന്താ പണിക്ക് പോവാഞ്ഞ്? ഇന്ന് ഞങ്ങൾക്ക് പണിയില്ലായിരുന്നു അമ്മാവ. ഇന്ന് നിനക്ക് പണിയില്ല. ഈ ലോകത്തുള്ള എല്ലാ ചെറുപ്പക്കാർക്കും പണിയുണ്ട്. നിനക്ക് മാത്രം എന്താണ് പണിയില്ലാത്ത? നിനക്ക് ഇവനും വയറും വീർപ്പിച്ചോണ്ടിങ്ങനെ ഇനി വന്നൊരു കാര്യം ചോദിച്ചു. ഇതൊക്കെ വീർപ്പിക്കാൻ ഈ അവരൊക്കെ കള്ളക്കടം മേടിച്ച് എത്ര നാൾ നിന്നെയൊക്കെ തീറ്റിപ്പെട്ടുകൂടാ? അമ്മാവ സിക്സ് പാക്ക് ആയിട്ട് നിൽക്കാതെ പയ്യൻ പറയണെന്നാണ് കേട്ടോ. പ്രായമായതിനു ശേഷമാണ് ഇങ്ങനെ ഇതായത്. ഇങ്ങനല്ലായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചു. ഞാൻ പണിക്ക് പോകാൻ കാര്യം. കഴിഞ്ഞ ആഴ്ച ഒരു 25,000 രൂപ എന്റെ കടം മേടിച്ചില്ലേ? മേടിച്ചു. എങ്ങനെ പൈസ? എന്റെ പൈസ എങ്ങനെ കളിക്കാൻ? എന്റെ പൈസ എന്റെ പൈസ എങ്ങനെ? അയ്യോടാ, അപ്പോഴത്തേക്കും അങ്ങ് പിണങ്ങിയല്ലോ. ഒരു അമ്മാവനൊന്നും നിന്നെ പറയാൻ പാടില്ലായോ? പിന്നെ ഞാൻ പണിക്ക് പോകണമെന്ന് പറയാം. പിന്നെ നീ ദിവസവും പണിക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ അമ്മ വല്ലപ്പോഴും പണിക്ക് പോകണം. 25,000 രൂപ കടം മേടിച്ചത് അത് ബാങ്കിൽ കിടക്കുന്ന പോലെ അവിടെ തന്നെ കിടന്നോളും കേട്ടോ. കുഴപ്പമില്ല. പിന്നെ അമ്മായിയുടെ എനിക്ക് അമ്മായിയുടെ കാര്യം ഓർക്കും. കാരണം അമ്മ ഒറ്റയ്ക്ക് വീട്ടിലാണല്ലോ. എനിക്കതാണ് ഏറ്റവും. എനിക്ക് അവിടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്കും വിഷമം. 10-20 വർഷമായി അവള് മരിച്ചു പോയിട്ട്. ഇവന്റെ അമ്മായി അമ്മണി മരിച്ചതിന് ശേഷം ഇപ്പൊ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാ. അല്ലിപ്പോ സഹായത്തിന് അമ്മാവനാരും ഇല്ലേ? സഹായത്തിന് ഒരു പെണ്ണ് വന്നു. ഒരു 35 വയസ്സുണ്ട്. ഭർത്താവ് മരിച്ചു പോയ ഒരു സ്ത്രീ, സുലോചന എന്നാ പേര്. വീട്ടിൽ വന്ന് ചോദിച്ചു എന്തെങ്കിലും ഒരു പണി തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുകയല്ലോ, എടുക്കാനോ പിടിക്കാനോ ഒന്നും ആരും ഇല്ലല്ലോ. അപ്പൊ ഞാനും വിചാരിച്ചു നിന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവള് വീട്ടിൽ നിന്നു. ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് എന്നെ തെറിയും വിളിച്ചുകൊണ്ട് അവള് ഇറങ്ങിപ്പോയി. അവിടെ പണി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചേനാ. അങ്ങനെ ഒരു പരിപാടി നല്ല പണിയാണെന്ന് പറഞ്ഞാണ് ഞാൻ എനിക്ക് എന്നെ ഈ ചെറു വിളിച്ചിട്ട് പോയത്. അതെ അതെ. അതെന്ത് സംഭവം? രാവിലെ എണ്ണീച്ച് വന്ന് നോക്കപ്പം ഇവളവിടെ തറയെല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെണ്ണ് ഈ സുലോചന. ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, സുലോചനയെ കൊള്ളാമല്ലോടി നിന്റെ തുട എന്ന് പറഞ്ഞു. ഒരു ജോലി ചെയ്യുന്ന അവളെ ഞാനൊന്ന് അഭിമാനിക്കണ്ടേ? അതിനാണ് എന്നെ പറഞ്ഞു വിട്ടത്. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഇത്ര പ്രായം ഒരു പെൺകൊച്ചിനെ തോന്നിയ ദിവസമല്ലേ അമ്മ പറഞ്ഞു? അത് കഴിഞ്ഞ് പിന്നെ സഹായത്തിന് ആരും പിടിച്ചില്ലേ? സഹായത്തിന് വേറൊരുത്തി വന്നു. അപ്പൊ ഞാൻ നേരത്തെ എഗ്രിമെന്റ് എടുത്തായിരുന്നു. എഗ്രിമെന്റ് വെച്ചു. ഞാൻ ചുമ്മാ വീട്ടിൽ ആരുമില്ല, ഒന്ന് എടുക്കാനോ പിടിക്കാനോ ഒക്കെ ഉള്ള ഒരു ഇതിനു വേണ്ടിയാണ് നിന്നെ ഇവിടെ ഞാൻ നിർത്തുന്നത് എന്ന് പറഞ്ഞു. അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഒരുവൾ വന്നു. അവക്കൊരു 10-45 വയസ്സുണ്ട്. എന്നാലും ഈ സുലോചനേക്കാൾ ഒട്ടും മോശമൊന്നും അല്ല. അങ്ങനെ ഒരു സ്ത്രീ വന്നു. വന്ന ദിവസം തന്നെ
അവിടെ ജോലി ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ മറന്നിരുന്നപ്പോൾ അവള് മുറ്റത്ത് നിന്ന് തൂക്കുകയാണ്. ഓ മുറ്റം തൂക്കുന്നു. മുറ്റം തൂക്കുന്നു. അപ്പൊ എഗ്രിമെന്റ് കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ എഗ്രിമെന്റ് നേരത്തെ വെച്ചെടുത്ത് പിടിക്കുന്നതൊക്കെ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അങ്ങനെ ഞാൻ ഇവള് കാണാതെ അവിടെ പുറകെ കൂടെ തോന്നി ഞാൻ അവളെ അങ്ങ് എടുത്തു. അവൾ എന്നെ അങ്ങ് പിടിച്ചു തൊങ്ങാക്കി. അങ്ങനെ എടുക്കുകയും പിടിക്കുകയും അവിടെ കഴിഞ്ഞു. അപ്പൊ എടുക്കും പിടിപ്പും ഒക്കെ അവിടെ അങ്ങ് കഴിഞ്ഞു. അമ്മണി മരിച്ചതിന് ചേട്ടാ ഇത്രയും സൂക്കായിട്ട് തുടങ്ങിയത് എന്നെ കൂടെ പറയരുത്. നീ ആദ്യം പണിക്ക് വാങ്ങോ കേട്ടോ. ഇപ്പൊ എവിടെ പോയി ഇറങ്ങി എന്റെ മണ്ടയ്ക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ അവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വരെ ഒന്ന് പോവാണ്. ഓ ഈ പിന്നെ ഇതില്ലടാ, ഏതാണ് തൊലിയില്ലായ്മ വേതനം കിട്ടുന്ന തൊഴിലില്ലായ്മ വേദന ബൈക്കേന്ന് വേണം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അവിടെ പോയിട്ട് വരാം. എന്തായിരുന്നു ഇച്ചിരി പൈസ കിട്ടുമല്ലോ മറ്റേ ഇതിന്റെ തൊഴിലില്ലായ്മ വേദന. അതിന്റെ അത് നിങ്ങൾ എന്തിനാ മേടിക്കണം? ഞങ്ങളല്ലേ മേടിക്കണ്ടേ? ചെറുപ്പക്കാരായ ഞങ്ങളല്ലേ തൊഴിലില്ലായ്മ വേതനം മേടിക്കേണ്ടത്. നിങ്ങൾക്ക് തൊഴിലില്ലാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്തുകൊണ്ടാ? അഹങ്കാരം കൊണ്ട്. എന്തായിരിക്കും? ഞാൻ പോയി പൈസ മേടിച്ചോണ്ട് വരാം കേട്ടോ. കാരണം നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നാലും ഞാൻ രക്ഷപ്പെട്ടു. അതിനിടെ കാര്യം അപ്പൊ ഞാൻ രക്ഷപ്പെടില്ല. അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട അളിയും രക്ഷപ്പെടുമല്ലോ. അതായത് എന്റെ ഭാര്യ എന്റെ പേർക്ക് ഒരു ഇൻഷുറൻസ് കൂടിയിട്ടുണ്ട് 50 ലക്ഷം രൂപ. ആ പൈസ ആയിട്ട് നമ്മളെ രക്ഷപ്പെടുകളാ. കഴിച്ചാലോ? ഈ പൈസ നമുക്ക് എങ്ങനെയെങ്കിലും കൈക്കലാക്കാലോ? അതെങ്ങനെ കൈക്കലാക്കും? ഈ കൈക്കലാക്കാൻ അത് ഇൻഷുറൻസ് പൈസയല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും കള്ളത്തരം കാണിച്ച് സംഭവം കൈക്കലാക്കാം. എടാ പൊട്ടാ, ഞാൻ ചത്ത് മലച്ചു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ അവിടെ ഈ കിട്ടത്തുള്ളൂ. പിന്നെ ഇത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ചത്താലാണ് പറ്റുള്ളൂ. അത്ര കിട്ടത്തുള്ളൂ. ജീവിച്ചിരിക്കുമ്പോഴത്തേണ്ട പറ്റും. കൊങ്ങുകളിക്കുണ്ടോ? ഞാൻ ആലോചിച്ചതാ. ഒരു കാര്യം ചെയ്യാ, നിനക്ക് ചാവാൻ ധൈര്യമുണ്ടോ? ചാവാൻ ധൈര്യമുണ്ട്, പക്ഷെ ഇപ്പൊ ചാവാൻ ഒട്ടും ധൈര്യമില്ല. അതല്ലെന്ന്. പിന്നെ നമുക്കൊരു കളി കളിക്കാം. ആണോ? നീ മരിച്ചതായിട്ട് മരിക്കുക. എന്നിട്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിലൊക്കെ പോയി പറയുന്നു നമ്മളെ പയ്യ മരിച്ചുപോയി, നാട്ടുകാരെ കയറി വയ്ക്കുന്നു, എല്ലാ സംഭവങ്ങളൊക്കെ നടത്തുന്നു. അപ്പൊ ആ പൈസ നമുക്ക് തട്ടിയെടുക്കാൻ പറ്റും. ഞാൻ മരിച്ചില്ലേ അളിയാ, പിന്നെങ്ങനെയാ ആ പൈസ കൊണ്ട് അടിച്ചു പൊളിക്കുന്ന അളിയാ? എടാ നീ മരിച്ചതായിട്ട് അഭിനയിക്കുന്നു. അഭിനയിച്ചു. ഓക്കെ, അഭിനയിച്ചു. ഈ അഭിനയിച്ചിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനി നീ ചത്തു എന്ന് പറയണത്. ഓക്കെ. അപ്പൊ എന്നിട്ട് നിന്റെ മരണാനന്തര കർമ്മങ്ങള് നിന്റെ ഭാര്യ തമിഴ്നാട്ടിലാണല്ലോ. അതെ, ഞാൻ ഇവിടുന്ന് പ്രേമിച്ചാണല്ലോ. അതെ, തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഇത് ശവസംസ്കാരം നടത്താന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു. തമിഴ്നാടിന്റെ പകുതി കേരളത്തിന്റെ ബോർഡറിലെത്തുമ്പോ നിന്നെ മാറ്റിയിട്ട് ബ്രിജിൽ ബോഡിയെ അതിനകത്ത് കയറ്റുന്നു. അളിയൻ മാറ്റുപോളിയാ അളിയാൻ കൃത്യമായിട്ട്. ഞാൻ ഓർത്താ മാറ്റും, ഉറപ്പായിട്ട് ഞാൻ മാറ്റും. അങ്ങനെ മാറ്റി നേരെ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുന്നിട്ട് നിന്റെ അവിടുത്തെ മരണാനന്തര കർമ്മമൊക്കെ അവിടെ ചെയ്യുന്നു. നമ്മള് ഈ പൈസയും കൊണ്ട് അടിച്ചു പൊളിക്കുന്നു. ദുബായിലോ അമേരിക്കയിലോ ലണ്ടനിലോ എവിടെ വേണം നമ്മൾ അടിച്ചു പൊളിക്കുന്നു. നിന്ന് മരിച്ചിട്ട് കിടക്കുന്നു. ഞാൻ മരിക്കാൻ പോണേ. എന്റെ അമ്മച്ചി, അയ്യോ ഞാൻ മരിക്കാൻ പോണ. അയ്യോ ഞാൻ അയ്യോ ഞാൻ മരിക്കാൻ പോണ്ട. എന്റെ അമ്മ അയ്യോ മരിച്ചാളയാ. ആംബുലൻസ് മാറ്റി കിടക്കുന്ന കേസ് മറന്നുപോലെ. അയ്യോ എന്റെ കൂട്ടുകാരൻ എന്നെ വിട്ടു പോയേ. നാട്ടുകാരെ ഓടിവായോ. സുരേഷേ, എടാ സുരേഷേ, സുരേഷേ. എന്താ നീ ചത്തെടുക്കലടാ. അയ്യോ ഓടിവായോ നാട്ടുകാരെ, എന്റെ കൂട്ടുകാരൻ മരിച്ചുപോയേ. എന്നാ പറ്റിയത്? പണിക്ക് പോകാത്തോണ്ട് പിത്തം വന്ന് തല കറങ്ങി വീണതായിരിക്കും. അല്ല അമ്മാവാ, എന്നെ തനിച്ചാക്കി അവൻ കടന്നു കളഞ്ഞമ്മാവ. മോനാ കുത്തി നിർത്താവേ. കടന്നു കളഞ്ഞമ്മാവ. കടഞ്ഞു കളയാൻ നീ എന്നാ പാലാഴിയാണ്. കടന്നു കളഞ്ഞെന്നല്ല പറഞ്ഞത്. പിന്നെന്താണ്? നമ്മളെല്ലാം തനിച്ചാക്കി അവൻ പോയി അമ്മാവ. അതേ റൂട്ട് കണ്ടോ, ഒളിമ്പിക്സിന് പോയത്. ഒളിമ്പിക്സിന് ഓടാൻ കിടക്കുന്ന പോലെ. ചെങ്ങാതി, എന്താണ് നിങ്ങളുടെ മരുമാൻ ചത്തുപോയി. I am dead man. ഞാൻ മരിച്ചു കിടക്കുന്ന നേരത്ത്, എല്ലാരും കരയുന്ന സമയത്ത് എന്റെ കവിതകൾ എന്നെ തേടി വരും. എന്താണ് ഇവർ സംഭവിച്ചത്? ഞങ്ങൾ രണ്ടും ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഒരു വലിയ ട്രെയിൻ വന്ന് കേറി ഇറങ്ങി. ട്രെയിനല്ല ഞാൻ ട്രെയിൻ കേറി ഇറങ്ങി പോണ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ ഇടിമിന്നലേറ്റ് മരിച്ചു. ഇടിമിന്നലേറ്റ് മരിച്ചു. എത്രയും വേഗം ഇവിടെ ഭാര്യ അറിയിക്കണം. ഇവന്റെ ഭാര്യ അറിയിക്കണം. അമ്മ ഭാര്യനെ അറിയിക്കണം. അത് കൂടാതെ ഈ ഇവന്റെ മരണാനന്തര ചടങ്ങുകളുണ്ടല്ലോ, നേരെ ഇവനെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഇവന്റെ ചടങ്ങുകൾ മൊത്തം നടത്തണം. എന്തിന് തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്നത്? അല്ല, ഇവന്റെ ആഗ്രഹം അതാണ്. ഇവന്റെ കർമ്മ ഈ മണ്ണിൽ നടത്തിയാ മതി. അതെന്താ നിനക്കറിയാമോ, കഴിഞ്ഞ ആഴ്ച കൂടി എന്റെ കുഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ കടം മേടിച്ചതായിരുന്നു. 2 ലക്ഷം രൂപ.
എടാ കുഞ്ഞാപ്പി, എന്റെ കുഞ്ഞാപ്പി. എന്താണ് ഇവിടെ ഒരു ഉരുണ്ട് കളി? ഇതാരാ ഇവനെ ഇവിടെ ഇങ്ങനെ തിരിച്ചു കിടത്തിയത്? കറണ്ട് അടിച്ചതല്ലേ എറത്ത്. ആര്? ഇവന്റെ ഉള്ളിൽ കറണ്ട് ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് മറിഞ്ഞും തിരിഞ്ഞും കിടക്കുക. ഇവന്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടോ? ഇവന്റെ ഉള്ളിൽ കറണ്ട് ഉണ്ട്. എന്നാ ഞാൻ എന്റെ മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യട്ടെ. അതിനേതാ പവർ ബാങ്ക് ആണോ അത്? അല്ല നീ അല്ലേ പറഞ്ഞത് കറണ്ട് ഉണ്ടെന്ന്? അതുകൊണ്ടാണ് ഇത് പിന്നെ ഇങ്ങനെ തിരിഞ്ഞു കിടന്നത്. തിരിഞ്ഞു കിടന്നത്. എന്താ കുഞ്ഞാപ്പി, മാമന് എങ്ങനെ സഹിക്കുവിടാ കുഞ്ഞാപ്പി. എടാ കുഞ്ഞാപ്പി, എടാ കുഞ്ഞാപ്പി, എടാ കുഞ്ഞാപ്പി, എടാ കുഞ്ഞാപ്പി. ഹലോ കുഞ്ഞാപ്പി, ഹലോ, ഇതിന് മാത്രം ഇടിയിട്ട് കുഞ്ഞാപ്പി വലിയ അപ്പി ഇടൂടെ? മാമന് സഹിക്കാൻ വയ്യ. ഞാൻ അവളോട് ചെന്ന് പറഞ്ഞിട്ട് വരാടാ. മാമന് എന്റെ 2 ലക്ഷം രൂപ പോയടാ. 2 ലക്ഷം രൂപ കൊടുത്തു, ഇന്നലെയും കൊടുത്തു ഞാൻ 2 ലക്ഷം രൂപ. അപ്പൊ 4 ലക്ഷം രൂപയോ? ഓളെ നീ അറിഞ്ഞോടി, മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. അളിയാ ചുമ്മാ അവന് പ്രാന്താളിയാ. 2 ലക്ഷം അളിയാ രൂപ. എന്റെ നാളാ കഴിഞ്ഞ ആഴ്ച 25,000 രൂപ ആ പട്ടി കടം മേടിച്ചത്. എന്നിട്ട് അവന്റെ ലണ്ടൻ അവന്റെ കൂമ്പിടിക്കാൻ കളിക്കാൻ. നീ ശവമാണ്, അത് ഓർക്കണം. മേലെ അനങ്ങാൻ പാടില്ല. 90 ദിവസം കഴിഞ്ഞ മേലെ അനങ്ങാൻ അല്ലടിയാ എന്തായാലും അമ്മ പോയി സംഭവം ഏറ്റിട്ടുണ്ട്. ഒന്ന് എൻജോയ് ചെയ്താലും നമുക്ക് ചെയ്യാം. സമ്മതിച്ചു. ഒരു തമിഴ്നാട്ടിലും വിടത്തില്ല. തെക്കേ പറമ്പിൽ കുഴിയെടുക്കുക, അവിടെ പുളിയമ്മാവ് വെട്ടി അവിടെ ദഹിപ്പിക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റും ഞാൻ ചെയ്തു. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യണ്ട. അങ്ങനെ ചെയ്യണ്ട. എന്നാ പിന്നെ നമുക്കൊരു വേറെ കാര്യം ചെയ്യാം. നമുക്ക് ഇലക്ട്രിക് ശ്മശാനത്തിൽ കയറ്റി ബൊമ്മ കത്തിക്കാം. അയ്യോ എന്നെ കൊല്ലാൻ പോലെ. അയ്യോ അയ്യോ എന്നെ കത്തടിച്ച് കൊല്ലാൻ പോലെ. എനിക്കത് ഇഷ്ടമല്ല. അയ്യോ അയ്യോ. നീ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്? അവനല്ലേ മരിക്കുന്നത്. അല്ലാതെ അവന്റെ ആത്മാവെന്ന് കേറിയിട്ട് എന്റെ വായി കയറി എന്ന് വെച്ചാൽ പറഞ്ഞത്. അല്ല, നമുക്ക് എന്തായാലും ഉണ്ടല്ലോ, ഒരു മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹമാണ് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവന്റെ എല്ലാ പണിക്കൂട്ടും തീർക്കും. എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല, അവരെല്ലാം ഇങ്ങോട്ട് വന്നോളും. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്റെ ചെറുക്കൻ മരിച്ചു കിടക്കുമ്പോ നിങ്ങൾ ഡാൻസ് ഇവിടെ ഡിസ്കോ ഡാൻസ് കളിക്കണം. എന്താ പുതിയ നിക്കർ കാണിച്ചൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞ എല്ലാരും കാണിക്കാനാണോ നിന്റെ പരിപാടി? പണിയൊന്നുമില്ല, അതാ മൂഞ്ചി ഇങ്ങനെ ഇരിക്കണേ. മുഖമാണോ? അതെ, ഇടിമിന്നലേറ്റാണ് ഈ പുള്ളി മരിച്ചു പോയത്. അതുകൊണ്ടാണ് ഇങ്ങനെ കരിവാളിച്ചിരിക്കുന്നത്. എടാ റബ്ബർ മൂക്ക്, അത് മനസ്സിലായി. ഇത് തമിഴിൽ അതിന് എന്നാ പറയണേന്ന് എന്നാ പറഞ്ഞവര്? അതാ ഞാൻ പറഞ്ഞ സ്വന്തം കൂട്ടുകാരൻ മരിച്ചു കിടക്കുമ്പോ അവന്റെ ഭാര്യയോട് സൊള്ളുന്നത് തറവാടിത്തമല്ല. അതാണ് അണ്ണാൻ. ആമയല്ല, ആമ മരത്തെ കയറുവോ? എന്റെ കൂടെ കാരണം നേരെ താഴേക്ക് പോവും. അത് അണ്ണാൻ. ആമേനെ ഞാൻ പിന്നെ കാണിച്ചു തരാം. நான் ஒரு விஷயம் சொல்லட்டுமா? சொல்லுமா. அவன் போயது மட்டும் போட்டு எனக்கு யாருமே இல்ல. எனக்கு பிடிக்க வைக்க என் வீட்டில் வந்து நிக்க. எனக்கு யாரும் இல்லடா. ഇടാ നീ ഒന്നും നന്നാവാത്തത്. எப்படி என்ன விட்டுட்டு போந்தோடா? എന്റെ അണ്ണ ഇറന്നു പോയച്ച്. അവനെവിടെ കിടക്കുവല്ലേ? അവനെവിടെ എഴിഞ്ഞു പോയെന്നാ നീ പറയുന്നത്? എഴുതി പോയിന്നല്ല പറഞ്ഞേ, ഇരുന്ന് പോന്നു. മാമ എനിക്കൊരു കിസ് പണ്ണണം. എനിക്കൊരു കിസ് പണ്ണണം. ഞാൻ ആദ്യ ചോദ്യം ഞാൻ ചോദിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? പറയൂ.
என்ன കിസ് ഉമ്മ ഉണ്ടക്കട്ടല്ല ഞാൻ കടവനിട്ട് എനിക്ക് ഉമ്മ ഉമ്മ കൊടുക്കണോ ഇത് ഇതറിഞ്ഞായിരുന്ന ഞാൻ മരിച്ചേനായിരുന്നല്ലോ സ്വന്തം കടവനല്ലേ ചാടി മറി അങ്ങോട്ട് കൊടുക്കട്ടെ വാ കൊടുക്കട്ടെ അറഞ്ചോം പുറഞ്ചോം കൊടുക്കുക ഉമ്മ 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 ചന്ദ്ര ഇറങ്ങി വേണ്ട ചന്ദ്ര മര്യാദ ഇറങ്ങി വാ ചന്ദ്ര മര്യാദ നിങ്ങൾക്ക് കാശ് വിട്ടുള്ളതാണോ അല്ലല്ല അമ്മോ ചന്ദ്ര ഇറങ്ങി വേണ്ട ചന്ദ്ര സുരേഷ് കിടക്കുന്നത് കണ്ടോ ഓ ഇന്ന് സുരേഷിന്റെ ആദ്യ രാത്രി എടാ 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 നിന്റെ കൂട്ടുകാരാണ് എടാ നിന്റെ കൂട്ടുകാരാണ് അയ്യോ എടാ എന്റെ കാശ് വേണം എന്റെ കാശ് എവിടെ അല്ല എന്റെ കാശ് എവിടെ അല്ല എന്റെ സുഹൃത്തിന് വേണ്ടിട്ടാ ഞാൻ ഈ കാശ് നിങ്ങളോട് മേടിച്ചത് അവനെ ഇരിക്കാൻ പറ ഇവിടെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല ഈ വീട് ഞാൻ എഴുതി വാങ്ങിക്കും അല്ലെന്നാ ഇവൻ മരിച്ചുപോയി നിന്റെ കൂട്ടുകാരൻ സുരേഷ് എന്റെ കൂട്ടുകാരൻ മരിച്ചു ഇവന് വേണ്ടിട്ടാ ഞാൻ പൈസ മേടിച്ചത് മാമനെന്ത് പോയാച്ച് പേര് കാരണമല്ല അവന്റെ ഭാര്യ ബംഗാളിയാ ആ ബംഗാളിയല്ല തമിഴാളി അപ്പൊ എന്റെ പൈസ ഞാൻ ഇവന്റെ കിഡ്നി പറിച്ചിട്ട് പണയം വെച്ചിട്ട് തരാന്നാണ് ഉദ്ദേശിച്ചത് ഇനിയിപ്പോ ചത്തുമില്ല ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ കൂട്ട അയ്യോ ഇവര് എനിക്കും വേണ്ടപ്പെട്ട ഒരുത്തരായിരുന്നു ആണോ എനിക്കിത് കാണാൻ വയ്യ എനിക്കിത് കാണാൻ വയ്യ എനിക്കിത് കാണാൻ വയ്യ കണ്ണു തുറന്ന് അന്നേരം കാണാം എന്റെ പൈസ ഒന്നുമില്ല എന്റെ പൈസ പോയി എന്റെ സകല പൈസ ശവ അവളല്ല അവള് ഭാര്യ എടീ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളൊരു ഇൻഷുറൻസ് കാശ് കിട്ടാൻ വേണ്ടി കാശിന്റെ കാര്യം എന്നോട് പറയണ്ട ഞാൻ ആർക്കും പൈസ കൊടുക്കത്തില്ല ഇനി ആ കാലയിലേക്ക് തേങ്ങ കൊണ്ടുവന്നിട്ടോ പറ എന്താ അതെ ഇവന്റെ പേരില് 50 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഉണ്ട് അപ്പൊ ഇവൻ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പൈസ ഇൻഷുറൻസ് കമ്പനിയിൽ നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്ന് കളിക്കാൻ വേണ്ടി കളിച്ചതാ അപ്പൊ സംഗതി പണി പാളിപ്പോയി ഈ പെണ്ണ് അഭിനയിക്കുകയാണോ ഇരുന്നുണ്ട് അഭിനയിക്കുമല്ല വട്ടായി പോയി അയ്യോ എന്റെ മാമ കേരളാവിലെ അത്തപ്പൂക്കളെ മാതിരി കിടക്ക് പൂക്കളെ സற்று ഓய்വെടുങ്കൾ കഴലുണ്ടാ ഈ ബോഡി തമിഴ്നാട്ടിലേക്ക് ഞാൻ വിട്ടു തരില്ല വേണം അത് മാത്രമല്ല എനിക്ക് ഇവന്റെ മരണത്തിൽ ചില ദുരൂഹതകളുണ്ട് ഒന്നുമില്ല എനിക്ക് ഇവന്റെ കൂട്ടുകാരനെ സംശയമുണ്ട് എന്നെ സംശയിക്കണേ ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്നത് ഞാനല്ല അയ്യോ അയ്യോ കൊന്നാ ഞാൻ പറയട്ടെ നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇവനെ കീറി മുറിക്കണം സത്യാവസ്ഥ എനിക്കറിയണം എന്നിട്ട് നമുക്ക് ഇലക്ട്രിക് വിമാനത്തിൽ കൊണ്ട് കത്തിക്കാം എന്നെ കൊല്ലാക്കൊല ചെയ്തു ഞാൻ മനസ്സമാരോട് ചത്തിറങ്ങാൻ സമ്മതിക്കില്ല നിനക്ക് വെട്ടിക്കേറാണി നിനക്ക് മസാലത്തിൽ കൊണ്ട് ഉരുക്കണാണ് എന്നെ കാണിക്കാം നീ അല്ലടാ ഞങ്ങൾ അഭിനയിച്ചതാ നീ ചാവെന്ന് പറഞ്ഞുകൊണ്ടല്ലോ അങ്ങനെ ചെയ്തത് നിങ്ങൾ എന്നാ വർത്താനം പറയണേ അല്ല മാമ ഞങ്ങള് ചെറുതായിട്ടൊന്ന് അഭിനയിച്ച ഞങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു അതായത് ഇൻഷുറൻസ് കമ്പനി എവിടെ ഇൻഷുറൻസ് കൂട്ടിയിട്ടുണ്ട് 50 ലക്ഷം രൂപ എനിക്ക് കിട്ടും പക്ഷെ ഞാനൊന്ന് മരിച്ചു കഴിഞ്ഞാലേ കിട്ടും അപ്പൊ അതിനു വേണ്ടി അവരെ പറ്റിക്കാൻ ഞാനൊന്ന് മരിച്ചു കിടന്ന അപ്പൊ അത് ശരി അപ്പൊ ഇത്രയും പേരെ നീ ഞങ്ങളെ പറ്റിക്കുവായിരുന്നല്ലേ അല്ല അങ്ങനെ ഞങ്ങള് ഇന്നത്തോടെ ഇവന്റെ തെരുവ് നാടകം ഞാൻ ഇന്ന് അവസാനിപ്പിക്കും അയ്യോ ചന്ദ്രോ എന്തോ ഏറ്റവും പെട്ടുമ്പോഴേക്ക് 50 ലക്ഷം രൂപ കിട്ടുവളിയാ അതെന്താണ് അതങ്ങനെ ഞാനിപ്പോ ചാവേ നീ ചത്താലും അവള് പേടിക്കണ്ട ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ എനിക്ക് എടുക്കാനും പിടിക്കാനും ഒരാളായി
നമ്മുടെ അതിഥികളെ നമുക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച മഹാരാജാസ് കോളേജിലെ അഭിമന്യു എന്ന വിദ്യാർത്ഥിയുടെ കൊലപാതകം. ശരിക്കും അന്നത്തെ പത്രങ്ങളെല്ലാം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് പേജിലൊക്കെ അമ്മയുടെ വാവിട്ടുള്ള നിലവിളിയായിരുന്നു ആ ഹെഡിങ് ആയിട്ട് തന്നെ വന്നത്. ഞാൻ പറ്റ മകനെ എന്ന ആ ഒരു നിലവിളിയായിരുന്നു. അത് ആർക്കും മറക്കാൻ കഴിയില്ല. കേരളക്കരെ ആകെ പിടിച്ചു കുലുക്കിയ ഒരു കൊലപാതകമായിരുന്നു. ആ കൊലപാതകത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് ഞാൻ പെറ്റ മകൻ. അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് അതിന്റെ സംവിധായകൻ സജി പനമേൽ. ഒപ്പം ചിത്രത്തിലെ താരങ്ങളായ മിനോൻ, സരയു മോഹൻ, ഒപ്പം മെറീന മൈക്കിൾ. നിറഞ്ഞ കൈയടിയോടുകൂടി കോമഡി നൈറ്റ്സിന്റെ വേദി. നമസ്കാരം സരയു. നമസ്കാരം മെറീൻ. 101 ചോദ്യങ്ങൾ എന്ന സിനിമയിലെ ദേശീയ പുരസ്കാരം, നല്ല പ്രകടനത്തിനാണ് ദേശീയ പുരസ്കാരം ഇദ്ദേഹത്തിന് തേടിയെത്തിയത്. അതിനുശേഷം എങ്ങനെയാണ് ഈ ഞാൻ പെറ്റ മകൻ എന്ന സിനിമയിലേക്ക് എത്തിയത്? സജ്ജയങ്ങളെ കുറെ കാലം മുമ്പ് പരിചയം ഉണ്ടായിരുന്നു. അഭിമന്യുവിന്റെ കഥാപാത്രത്തെക്കുറിച്ച് ഒരുപാട് സിനിമയിൽ വരുന്നതിന് മുമ്പേ തന്നെ വായിച്ച് അപ്ഡേറ്റഡ് ആയിരുന്നു. ഞാൻ ഒരുപാട് കേട്ടിരുന്നു പലരും ഈ സിനിമ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ. ബൈ ലക്കാണ്, എൻ്റെ കഴിവുകൊണ്ടൊന്നും വന്നൊരു സംഭവമല്ല, എന്തോ സംഭവിച്ചു. സരയു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണെന്ന് അറിഞ്ഞു. എന്താണ് സംഭവം? ജോയ് മാത്യു ചേട്ടൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ക്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ട്. അഭിമന്യു റിയൽ ലൈഫ് സൈമൺ അദ്ദേഹത്തിന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള ലീന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പോർട്രേ ചെയ്തിട്ടുള്ളത്. അഭിമന്യുവിന് വളരെ അടുപ്പമുള്ള ഒരു കുടുംബമാണ് ഇവർ രണ്ടുപേരും എന്ന് പറയുന്നത്. സ്വന്തം ജ്യേഷ്ഠനെ പോലെയും ഒരു ചേച്ചിയെ പോലെയും കാണുകയും എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് പോർട്രേ ചെയ്യാൻ സാധിച്ചത്. നിലാവ് എന്ന് പറഞ്ഞൊരു മകളുണ്ട്. റിയൽ ലൈഫിലും അഭിമന്യു വളരെയധികം അടുപ്പം പുലർത്തിയിരുന്ന ഒരു മോളാണ് ആ കുട്ടി. ഇതില് എന്താണ്? ഇതില് അഭിമന്യുവിന്റെ സീനിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്ന സഖാവ് സീത. സഖാവാണ്. സഖാവ് സീത ഇത് തന്നെയാണോ ലുക്ക്? അല്ല, ലുക്ക് വ്യത്യാസമുണ്ട്. അതെ അതെ, ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം സഖാവ് ആവുമ്പോ ഈ പറഞ്ഞ പോലെ പൊട്ടിയിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. മിനോൺ ഒരു എൻസൈക്ലോപീഡിയ ആണെന്നാണ് പൊതുവെ ഉള്ളൊരു ഒരുപാട് വായനയൊക്കെ ഉള്ള ഒരാളാണ്. ഒരു വിഷയം ഇട്ടുകൊടുത്താൽ മതി, അവിടെ പോലെ സംസാരിക്കും അല്ലേ. വേറൊരു സൈഡ് പരിപാടിയുണ്ട്, വര. നന്നായിട്ട് വരയ്ക്കും, നല്ല ക്രാഫ്റ്റ് വർക്കാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വരകളൊന്ന് കാണണോ? ഒന്ന് കണ്ടോ? അപ്പൊ കുറച്ച് സമയം നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് ഇരിക്കും. നിർത്തില്ല. എന്തോടത്? ടിക്ടോക്ക് ഇങ്ങനെയാണ് കളിക്കുന്നത്? വല്ല പാണ്ടിലവരുടെ മുന്നിൽ അങ്ങനെയല്ലേ ഇന്ന് കളിക്കേണ്ടത്? എന്റെ പൊന്ന് സുരാജേട്ടാ, ലോറിയുണ്ട് പക്ഷെ പാണ്ടിയില്ല. എടാ പൊട്ട, പാണ്ടിയെ കിട്ടി. കളി കളി അവന്മാരുടെ ടിക്ടോക്ക് 24 മണിക്കൂർ ഇതേ തന്നെ.
നമ്മളെ മക്കളാണ്. അവരിങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അതവര് മനസ്സിൽ കിടക്കും. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ? ഈ ഉമ്മാൻ എന്ത് ചെയ്യണം? ടിക്ടോക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ തള്ളരുത്. ടിക്ടോക്ക് എന്ന് പറയുന്നത് നല്ലതല്ലേ, അതുവഴി സിനിമയിലൊക്കെ കയറാം. എന്തോരം ഓപ്പർച്യൂണിറ്റി. എന്റെ പൊന്നു സുരാജ് അഞ്ചാലും മൂടെ ഇവിടെ വാടാ. ഇയാളുടെ സ്ഥലത്തിന്റെ പേരെന്താടാ? മിണ്ടിപ്പോലി. എന്റെ പൊന്നു സുരാജ് വെഞ്ഞാറം മൂടെ ഉമ്മ രാവിലെ അടുക്കള കയറും. അടുക്കള കയറിട്ട് ഗ്യാസ് ഓണാക്കിട്ട് ജനലിന്റെ ഇപ്പുറത്ത് വന്നിട്ട് തീപ്പെട്ടി ഒരച്ചം കയറിയും കത്തിട്ട് ഇമ്മടി ഫോൺ എടുത്തിട്ട് പറയും ചലഞ്ചാണ്, ആരുണ്ട് ചലഞ്ച് ചെയ്യാറുണ്ട്. ഞാൻ പറയട്ടെ, തീർന്നിട്ടില്ല, ഇനിയുണ്ട് കേട്ടോ. 85 വയസ്സുള്ള എന്റെ വല്യമ്മേ ഇവന്മാരെല്ലാം കണിച്ച് തവള ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ കൊണ്ടുപോയതാ. കിണറ്റിൽ തള്ളിയിട്ടേ നാട്ടുകാര് വന്ന് കരക്കേറ്റിയപ്പോ ഇവന്മാര് പറയുവാ, എന്തുവാടാ റെസ്ക്യൂ ചാലഞ്ച്. ഇത് കൊള്ളാലോടാ നീയൊക്കെ. അവിടെ കിട്ടിയോ? ആ കിട്ടി. ഇത് നിങ്ങളെ കുറ്റിയാ? ആൾക്കാരായിട്ട് ഒന്നൊരു ഇവർക്ക് രണ്ടുപേർക്ക് ഈ ടിക്ടോക്ക് ഭ്രാന്തുള്ളൂ, മോൾക്കില്ലേ? ഞാൻ ചെയ്യാറുണ്ട് സുരാജേട്ടാ, പക്ഷെ ഇവന്മാരെ പോലെയല്ല. ദിസ് ഈസ് വെരി പുവർ മാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ വീഡിയോ ചെയ്യാറുള്ളൂ. നമ്മുടെ കഴിവ് തെളിയിക്കണമെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്താൽ മതി. അതിൽ തന്നെ ഭയങ്കര വൈറലായി ആവശ്യമില്ല. എന്താ ചെയ്തത്? ഞാനൊരു സോങ് ആണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ചെയ്തപ്പോ തന്നെ പെട്ടെന്ന് ഞാൻ വൈറലായി. അങ്ങനെയാണെങ്കിൽ ആ പാട്ടൊന്ന് സുരാജിന് പാടിക്കൊടുത്തേ. ഹേയ് അശ്വതി, ഒന്നുകൂടെ മാറി നിൽക്കൂ. അങ്ങനെ വൈറലാവാൻ നോക്കരുത്. എന്റെ വീഡിയോയിൽ ഞാൻ മാത്രം ഫേമസ് ബാലേട്ടം മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ. ബാലേട്ടം മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ. മറയാൻ തെന്മുഖമല്ലേടാ നീ എന്നെ തേച്ചിട്ട് പോയതല്ലേ. മറയാൻ തെന്മുഖമല്ലേടാ നീ എന്നെ തേച്ചിട്ട് പോയതല്ലേ. നീ എന്നെ തേച്ചിട്ട് പോയ എനിക്ക് രണ്ടു നശിപ്പിച്ചു. അതൊരു പഞ്ചുള്ള ഡയലോഗായിരുന്നു ഡാഡി. സുരേട്ടാ, സുരേട്ടൻ നീന്താ അറിയാവോ? ഉഗ്ര നീന്തലാണ്. സ്കൂളില് അങ്ങനെ കുറെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. കരയ്ക്ക് കിടന്ന് നീന്തലല്ല ചോദിച്ചത്. അല്ല, ഞാൻ വെള്ളത്തിൽ നീന്തുന്ന കാര്യ പറഞ്ഞത്. അതാണെങ്കിൽ ഞങ്ങൾ എടുക്കാം. എന്തുവാടാ ഇത്? എന്ത് കാര്യം? ഒന്നുമില്ല സുരേട്ടാ. സുരേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് ആ പാലത്തിന്റെ മുകളിൽ ഒന്ന് കയറ്റി ഇരുത്തിയിട്ട് ഒറ്റൊരു തള്ളു. സ്ലോ മോഷൻ വീഡിയോ ഒന്നും എടുക്കാനേ ഞങ്ങൾക്ക്. എന്നെ പാലത്തിന്റെ മുകളിൽ നിന്ന് നീ കുളത്തിലേക്ക് തള്ളിയിടണ സ്ലോ മോഷൻ വീഡിയോ എനക്ക് എടുക്കാനാ? എടാ, അപ്പൊ ഞാൻ ചത്തുപോകത്തില്ലേ? എന്താ മനുഷ്യരാ, നിങ്ങക്ക് നീന്താ അറിയാന്ന് പറഞ്ഞില്ലേ? നീന്താൻ പോണോ? അതല്ലേ എന്റെ മര്യാദ. തലയ്ക്ക് വെളുവല്ല ആരും ഈ ഫാമിലിയിൽ ഇല്ലേ? ആരെ? ഈ കൂട്ടത്തിലൊട്ടും തലയ്ക്ക് വെളിയില്ലാത്തൊരാളാണ്. അത് നിങ്ങൾക്ക് അഭിമാനിക്കാം. ആക്ഷൻ അതെന്റെ ഒരു ഹോബി. ഇയാളാരാണ്? സർവന്റ്. അല്ല, നിങ്ങക്ക് ടിക്ടോക്കിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇയാൾക്ക്? ഞാൻ പണ്ട് മൂളിപ്പാടിയ അല്ല, പിന്നെ ഞാൻ കരുതി മൂളിപ്പാട്ടാ. ചെവി കൊണ്ട് കാണിക്കണം. എന്നാ പിന്നെ നമുക്ക് വേണ്ടിട്ട് അതൊന്ന് അതെന്തുവാടെ? പിച്ചു പിടിച്ചു. തരപദം തീജോവദം പ്രേമാമൃതം പെയ്യുന്നിതാ നവമേഘമേ. ഇതേത് പാട്ടാ ഇത്? സോറി, ഇപ്പൊ പാടാം. സുഗതമീ നാളിൽ അതൊക്കെ
പ്രണയശലഭങ്ങൾ ലാ, 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 ലാ. ഇല്ല, ഞാൻ പാട്ട് പാടാം. ഞാൻ എപ്പ പാട്ട് പാടിയാലും ഇതുങ്ങളെല്ലാം കൂടെ ഒന്ന് കുളമാക്കും. പ്രായത്തിന് പാട്ട് തെറ്റിയുമില്ല, ഞാൻ നാണം കെട്ടുമില്ല. നിങ്ങള് ദേവി, ഇതിപ്പോ എന്റെ ഒരു പരിപാടി കുറച്ചുകൂടെ ഉണ്ട്. അത് കഴിഞ്ഞ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലല്ലേ താമസം? നിങ്ങൾ ഒന്ന് മാറി തരാവോ? എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളാം കേട്ടോ. ശരി, എല്ലാരും പോയി. താങ്ക് യു. ടിക്ടോക്ക് ഒക്കെ പിന്നെ നമുക്ക് കാണാം കേട്ടോ. ശരി, കേട്ടോ. എന്തോ ഒരു ഫാമിലി എന്ന് ഓർക്കണം. ആ പാടെ പേരെന്നാ പറഞ്ഞു? എന്റെ ആളിയാണോ സുരാജ്? ഈ ആവിയുള്ള സമയത്ത് ഇത്ര ഡ്രസ്സൊക്കെ ഇടാമോ? ഇത്ര ഡ്രസ്സൊക്കെ ഇടുവാണെങ്കിൽ എല്ലായിടത്തും കൂടെ കാറ്റ് പോവല്ലേ? ഇവൻ എന്തോന്നറിയത്? കയറിപ്പോടാ. മെയിൽ വോയിസിലും ഫീമെയിൽ വോയിസിലും ഒരുപോലെ പാട്ട് പാടി ഓൺലൈൻ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു ഗായികയാണ് ഇന്നിവിടെ സ്റ്റാർ ആയിട്ട് എത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ചിത്ര. ചിത്ര പാട്ട് പഠിച്ചിട്ടുണ്ട്? പാട്ട് കുറച്ച് നാള് പഠിച്ചു, പക്ഷെ ഫോർമുലായിട്ട് കുറെ പഠിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് എവിടെയാണ് വീട്? അമ്മയുടെ വീട് ബാലരാമപുരത്താണ്. ഞാനിപ്പോ മോനുമായിട്ട് കഴക്കൂട്ടത്താണ് താമസിക്കുന്നത്. ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുവാണ്. എന്തായിട്ട്? എഞ്ചിനീയർ ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇതെപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയത് മെയിൽ വോയിസിലും കൂടെ പാടി? ഞാൻ മുന്നേ പാടുമായിരുന്നു, ഫീമെയിൽ വോയിസിൽ മാത്രം സ്കൂളിലും കോളേജിലൊക്കെ പാടാറുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു ദിവസം വെറുതെ സ്മ്യൂളിൽ ഇങ്ങനെ 2 സൗണ്ടിൽ ട്രൈ ചെയ്ത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ അമ്മയ്ക്ക് ബ്യൂട്ടി പാർലറാണ്. അപ്പൊ അവിടുത്തെ കസ്റ്റമേഴ്സിന് വരുന്നവർക്കൊക്കെ അയച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു, നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് പേജസ് ഒത്തിരി ഷെയർ ചെയ്ത് അങ്ങനെ വൈറലായി. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു. അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നതിന് അമ്മയാണ് മെയിൻ കാരണം. പാട്ടൊന്ന് കേൾക്കാം. तूने काटी है जोड़ी से काटी, रोती हूँ मैं तुझसे रोती हूँ, मुझे मना लेना ओ जाने जा। छेड़ेंगे हम तुझको, लड़की तू है बड़ी बुम्बाटी। उलाला 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 उलाला, तू है मेरी फैंटेसी। चुनाना 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 चुनाना, हमने जगह हो गई। उलाला 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 उलाला, तू है मेरी फैंटेसी। चुनाना 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 चुनाना, हमने जगह हो गई। ചിത്ര ഇവിടെ വന്നതിൽ ഇത്രയും നേരം വളരെ മനോഹരമായിട്ട് മെയിലും ഫീമെയിലും ഒക്കെ പാടി ഞങ്ങളെ എല്ലാം അങ്ങോട്ട് ഞെട്ടിപ്പിച്ചു. ഇവിടെ വന്നതിന് ഞങ്ങളുടെ ചെറിയൊരു ഇനിയൊരു കിടിലം മിമിക്രി പെർഫോമൻസ് ആണ്. അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് നിങ്ങൾ നിക്കണോ? അത് അവിടെ ഇരിക്കുന്നോ? ഇരുന്നോ ഇരുന്നോ ഇരുന്നോ. ഒന്നും അല്ലെങ്കിൽ പ്രായത്തെ ബഹുമാനിക്കണ്ടേ? ഓക്കെ, ഇന്നത്തെ സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് വരുന്നത് പ്രജീഷ് ആണ്. അപ്പൊ നിറഞ്ഞ കയ്യടിയോടുകൂടി മിമിക്രി താരത്തെ എവിടെയാണ്? എന്റെ വീട് കൂട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, കോട്ടയം ജില്ലയിൽ കൂട്ടിക്കൽ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു താരം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം മാറിയോ? അത് അവിടെ തന്നെയാണോ? കൂട്ടിക്കൽ ജയചന്ദ്രൻ. അദ്ദേഹം അവിടെ അല്ല താമസിക്കുന്നത്, ഇപ്പൊ കോഴിക്കോടാണ് താമസിക്കുന്നത്. പ്രജീഷ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇന്ദ്രജിത്തേട്ടന്റെ റൺവേ എന്ന ചിത്രത്തിൽ അദ്ദേഹം ശക്തമായ ഒരു പോലീസ് വേഷം ചെയ്തിട്ടുള്ള ഡയലോഗ് പ്രസന്റേഷൻ. സാറ് പറയും പോലെ വളരെ ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോയിന്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുകുമായിരുന്നു സാർ. പാലക്കാട് ജില്ലയുടെ തമിഴ്നാട് ബോർഡർ
കേരളത്തിലെ പ്രധാന ചെക്ക് പോയിന്റുകളിൽ ഒന്ന് സങ്കര ഭാഷ. വിസ്തീർണം 60.8 കിലോമീറ്റേഴ്സ്, ജനസംഖ്യ 16,200. ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് 126 പെറ്റി കേസുകൾ, 24 ക്രിമിനൽ കേസുകൾ. ഇതല്ലേ സർ വാളയാർ പരമശിവനും ഏട്ടനും തമ്മിൽ എന്താണ് ബന്ധം? ഇത് നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ആക്കിയ വാത്സല്യം എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ പറയാണ്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡയലോഗാണ് പറയുന്നത്. അത് മേലേടത്ത് ചാണ്ടി നായര് നെറുകേട് കാണിക്കുകയാണ്. ഈ പാർട്ടിയും പാർട്ടിക്കാരും രാജിവെച്ച് പുറത്തു പോകേണ്ട അവസ്ഥ വന്നപ്പോ ഒരു പെട്ടി നിറയെ പൈസയുമായിട്ട് പാലായിൽ ഒരാൾ വന്നു. എന്റെ സ്വന്തം വാണിമാമ. അന്ന് വാണിമാമ ദൈവമാണെന്ന് ഇവന്മാരെല്ലാം പറഞ്ഞു. പിന്നെ ആ മറ്റേ കേസ്, സരിതയുടെ ആ കേസ് വന്നപ്പോ വാണിമാമ ഒരു കുഞ്ഞിന് അറിയാൻ പാടില്ല. എനിക്ക് തൃശ്ശൂര് വേണ്ട, നിങ്ങളെടുത്തോ, നിങ്ങളെ കൊണ്ടുവെക്കോ, എനിക്ക് തെളിവില്ല. അതും കൂടെ കഴിഞ്ഞിട്ട് അതിനപ്പുറം അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന മഹാനായ ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ സ്വപ്നം ഓരോ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതായിരുന്നു. ഒരു രാജ്യം, അത് കഴിഞ്ഞാൽ അടുത്ത രാജ്യം, അങ്ങനെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നേറി അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അദ്ദേഹത്തെ കാണണമെങ്കിൽ കൊട്ടാരത്തിലേക്ക് 24 മണിക്കൂർ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് വന്മായിരുന്നു. അമ്മ കുറിപ്പ് കൊടുത്തയക്കുമായിരുന്നു, എൻ്റെ മകനെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുള്ളത്. പ്രജീഷ് കൂട്ടിക്കൽ എടുത്ത ഒരു ശബ്ദം പോലും താഴേക്ക് പോയില്ല. എല്ലാം ഡിറ്റോ വോയിസ് ആണ്. ഉഗ്രനായിട്ടുണ്ട്. നിങ്ങളൊരു വലിയ പ്രതിഭ തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ് മൈ ഡിയർ. ഇവരെ കൂടാതെ ചിത്രത്തിന്റെ സംവിധായകൻ കൂടി നമ്മളോടൊപ്പം ഇന്ന് ഈ വേദിയിൽ ജോയിൻ ചെയ്യുകയാണ്. അദ്ദേഹത്തെ കൂടി നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സജി പനമേ. എന്തുകൊണ്ടാണ് ഈ കഥ തിരഞ്ഞെടുക്കാനുള്ള കാരണം? അഭിമന്യു എന്ന് പറയുന്നത് ശരിക്കും മലയാളികളുടെ ഹൃദയത്തിന് ഏൽപ്പിച്ച ഒരു മുറിവാണ്. അതെ, അത് ചരിത്രത്തിൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഇത് എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിട്ടുണ്ട്, ക്യാമ്പസ് കൊലപാതകം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മലയാളികൾ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്തേക്ക് ഇത്രയും ഹൃദയത്തിൽ ഇത്ര വേദനിച്ച ഒരു മരണം, ഒരു കൊലപാതകം സമീപകാലത്ത് അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിലുള്ള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ് അവൻ എന്ന് ഒട്ടേറെ നമുക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കാനൂടെ ഇറങ്ങിയപ്പോൾ വല്ലാത്ത ഫീലാണ്. അത് ഒരു സിനിമയ്ക്കൊന്നും അല്ല, അനേകം സിനിമയ്ക്കുള്ള എലമെന്റ്സ് അഭിമന്യുവിന്റെ ജീവിതത്തിലുണ്ട്. നമ്മൾ എത്രയോ പത്രങ്ങൾ വായിച്ചു, എത്രയോ ഹിസ്റ്ററി വായിച്ചു. അഭിമന്യു കൊല്ലപ്പെടാൻ ഒരു കാരണമില്ല. അപ്പൊ എങ്ങനെയോ കൊല്ലപ്പെട്ടതാണ്. അവൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഒരു ശത്രു പോലും അഭിമന്യുവിന്റെ കരിയറിൽ ഉണ്ടായിട്ടില്ല, നാട്ടിലും ഉണ്ടായിട്ടില്ല, കോളേജിലും ഉണ്ടായിട്ടില്ല, എങ്ങും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? അതാണ് എന്റെ സത്യം. ഞാൻ പെറ്റ മകൻ ചരിത്രത്തിൽ ഇടം നേടട്ടെ എന്ന് അങ്ങേറ്റം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഞാൻ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ നായകനാക്കി ഒരു സിനിമ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത് പുള്ളിയോട് സമ്മതിക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടക്കും. ഞാൻ പുള്ളിയുമായിട്ട് സംസാരിക്കാം വളരെ ഡീറ്റെയിൽ. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന്